once again welcome back to my another video. Okay, നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓൾമോസ്റ്റ് ആ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എല്ലാതിന്റെ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് അതിൽ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീയിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Are you ready? Okay, let's move on to the chapter. Activity 3 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വായിക്കാം. Activity 3 ശ്രദ്ധിക്കാം. Watching the nature around us is really interesting. Each and every living being has its own characteristics. The boy in the story narrates certain features of a few animals. ഈ ചാപ്റ്ററിൽ ബോയ് കുറച്ച് ആനിമൽസിന് നമുക്ക് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഫീച്ചേഴ്സും പറയുന്നുണ്ട്. സ്നേക്കിനെ പറ്റി മെൻഷൻ ചെയ്യുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് അല്ലെ. സ്നേക്ക് ആയാലും മംഗൂസ് ആയാലും എന്താണ് സ്ക്വറൽ ആയാലും എല്ലാത്തിന്റെയും ഒരു ഫീച്ചേഴ്സ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആ ഒരു സ്റ്റോറിയിൽ തരുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ആ ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനോ ഒന്നും ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്താ, ഇത് പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കും ഇങ്ങനെ. കാരണം ഇത് നമുക്ക് ഇത്രയും ചോദിച്ചിട്ടുള്ളൂ, ഈ ഒരു 3 കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാന്ന് വെച്ചാൽ നമ്മൾ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് അത് അത്ര നമുക്കൊരു എന്താണ് അത്രയും നമുക്ക് ഹാർഡായിട്ട് തോന്നില്ല, പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ, ഫൈറ്റ് സീൻ വന്നു എന്ന് വിചാരിക്കേ. ഫൈറ്റ് സീൻ വന്നു കഴിഞ്ഞാൽ ഫൈറ്റ് സീനിൽ എന്തായാലും നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ മെൻഷൻ ചെയ്ത് പറയണം. കാരണം അവർ ആ ഫൈറ്റ് പറയുമ്പോൾ ഈ രണ്ട് എന്താണ് ഫൈറ്ററേയും ഫീച്ചേഴ്സ്, അതായത് സ്നേക്ക് ആൻഡ് മംഗൂസ് ആണെങ്കിൽ ആ സ്നേക്കിന്റെയും മംഗൂസിന്റെയും ഫീച്ചേഴ്സ് നമ്മൾ എന്തായാലും ആ ഒരു ഫൈറ്റ് സീൻ അല്ലെങ്കിൽ നെറേഷൻ അല്ലെങ്കിൽ സമ്മറി ഏത് ചോദിച്ചാലും നമ്മൾ അതിന് ആ ഒരു ആൻസർ നമ്മൾ കൊടുക്കണം. അപ്പൊ ഈ ഷോർട്ടായിട്ട് നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇത് മാത്രം പഠിച്ചു നോക്കുന്നതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിൽ നമുക്ക് മറ്റതിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ മംഗൂസിന്റെയും സ്നേക്കിന്റെയും സ്ക്വറലിന്റെയും ഫീച്ചേഴ്സ് മാത്രം. അത് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതാ ദ സ്ക്വരൽ, ദ സ്നേക്ക്, ദ മംഗൂസ് ഇവിടെ ഉണ്ടല്ലേ. നമുക്ക് നോക്കാം. സ്ക്വരലിന്റെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ദ സ്ക്വരൽ വാസ് വെരി യങ്, ഇറ്റ് വാസ് സ്മാൾ ആൻഡ് ഗ്രേ ഇൻ കളർ. സ്മാൾ ചെറുതാണ്, ഗ്രേ കളറാണ്, വളരെ എന്താണ് യങ് ആണ്. ഫൈൻഡിങ് ദ ബോയ് നോട്ട് ഹാർംഫുൾ, ഇറ്റ് ബിക്കം വെരി ഫ്രണ്ട്ലി വിത്ത് ഹിം. അതായത് ബോയ് തന്നെ ബോയ് തന്നെ ഉപദ്രവിക്കുന്നില്ല എന്ന് കണ്ട പിന്നെ അത് ഒരുപാട് ബോയ് ആയിട്ട് ഫ്രണ്ട്ലി ആയി. ഇറ്റ് ട്രസ്റ്റഡ് ബോയ് ആൻഡ് ഈവൻ ടുക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ്സ്. അതുകൊണ്ട് തന്നെ ബോയുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങാനുള്ള അത്രയും ഒരു ബോണ്ടിങ് ബോയും സ്ക്വയറും തമ്മിലുണ്ട്. അതുപോലെ തന്നെ സ്നേക്കിന്റെ നോക്കാം. സ്നേക്ക് ആൻഡ് മംഗൂസിന്റെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്നേക്ക്, ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. And the sacs behind his long sharp fangs were full of venom. കോബ്ര എന്ന് പറയുന്നത് വളരെ സ്കിൽഫുൾ ആയ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയ ഫൈറ്റർ ആണ്. പഠിക്കാൻ സിമ്പിൾ അല്ലേ ഈ സെന്റൻസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ he could move swiftly and strike with the speed of light. അതായത് പ്രകാശ വേഗത്തിൽ അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ശക്തി ഉണ്ട്. പ്രകാശ വേഗത്തിൽ അറ്റാക്ക് ചെയ്യാനുള്ള ശക്തി ഈ ഒരു കോബ്രക്ക് ഉണ്ട്. വിഷസഞ്ചി അതിന് നിറയെ വിഷാണ്. ആ വിഷസഞ്ചിയിൽ നിറയെ വിഷുണ്ട്. അതായത് വെനം എന്ന് പറഞ്ഞാല് വിഷം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ദ മംഗൂസ്. ദ ഗ്രേ മംഗൂസ് വാസ് 3 feet long. He was super fighter and clever and aggressive. എന്താ പറയുന്നത്, സൂപ്പർ ഫൈറ്റർ ആണ്, ക്ലെവർ ആണ്, അഗ്രസീവ് ആണ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ഓക്കെ ക്ലിയർ അല്ലേ? ഇത് നമുക്ക് പഠിക്കാൻ സിമ്പിൾ അല്ലേ? ഈ 3 കാര്യങ്ങളും സ്ക്വയറിൻ്റെതായാലും സ്നേക്കിൻ്റെതായാലും അതുപോലെ തന്നെ മംഗൂസിന്റെ ആയാലും സിമ്പിളാണ് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. മംഗൂസിന്റെ ഒക്കെ ക്ലെവർ, അഗ്രസീവ്, സൂപ്പർ ഫൈറ്റർ ഇതൊക്കെ നമുക്ക് ആ ഒരു പോയിന്റ് ബൈ പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ നെറേഷൻ, സമ്മറി അതുപോലെ തന്നെ ഫൈറ്റ് സീൻ ഒക്കെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ക്ലിയർ ആണ്. ഇനി നമുക്ക് ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസ് നോക്കാം, ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കേ. House and grounds were of grandfather's domain, but the magnificent old banyan tree was mine. Why did the boy say so? എന്തുകൊണ്ടാണ് ബോയ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? കാരണം ആദ്യമേ നമ്മൾ ആ ചാപ്റ്റർ എടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് എന്താണ്,
വീടും പരിസരമൊക്കെ ഗ്രാൻഡ് മദറിന്റെ ആധിപത്യത്തിലാണ്. പക്ഷെ ബാനിയൻ ട്രീ മാത്രം മുത്തച്ഛന്റെ ആധിപത്യത്തിലല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. എന്തുകൊണ്ടാ? അതിന്റെ ആൻസർ നമുക്ക് തന്നെ പറയാൻ പറ്റും അല്ലെ. ആദ്യമേ ആ ചാപ്റ്റർ എടുക്കാൻ പറഞ്ഞത് എന്താണ്? മുത്തച്ഛന് 65 years ഓൾഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു ബാനിയൻ ട്രീയിൽ ചാടിക്കയറാനോ അതിനുള്ള ആ ഒരു കഴിവൊന്നും മുത്തച്ഛനില്ല. നമുക്ക് ഓക്കെ, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ സ്ക്വയറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? എങ്ങനെയാണ് സ്ക്വയറൽ ബോയുടെ ഫ്രണ്ട് ആയതാണ്? നോക്കിയേ. When the squirrel found out that the boy did not harm himself with a catapult or a gun, he became a friend of the boy. എന്താണ് ആദ്യം സ്ക്വയറലിന് മനസ്സിലായി ഇത് എന്നെ നശിപ്പിക്കേണ്ടതല്ല, ഇത് ഈ ബോയ് എന്നെ ഉപദ്രവിക്കുന്നതല്ല, ഇവന്റെ കയ്യിൽ കാറ്റപ്പൾട്ട് ഓർ എയർഗൺ, അതായത് ചവണയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് സ്ക്വയറല് ബോയ് ആയിട്ട് ക്ലോസ് ഫ്രണ്ട് ആയല്ലേ. അതുകൊണ്ടാണ് സ്ക്വയറല് ബോയ് ആയിട്ട് അടുക്കാനുള്ള കാരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. What did the friends of the squirrel think about his friendship with a human? എന്താണ് സ്ക്വയറലിന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്താണ് ഈ ബോയ് ആയിട്ടുള്ള സ്ക്വയറലിന്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി മറ്റുള്ള സ്ക്വയറൽസ് ഒക്കെ എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത്, എങ്ങനെയാണ് അത് അവരെന്താണ് വിചാരിച്ചിട്ടുണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് അവർ നോക്കിയേ? The friends of the squirrel thought that he was headstrong and foolish for trusting a human. They thought so because humans were always harming their habitat and did not allow them to live peacefully. എന്താണ് പറയുന്നത്? ഇതിന്റെ ഫ്രണ്ട്സ് ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഇവനൊരു മണ്ടനായ സ്ക്വയറലാണ്, കാരണം മനുഷ്യന്മാരെ വിശ്വസിക്കുക എന്നുള്ളത് ഒരു മണ്ടത്തരാണ്, കാരണം അവരൊരിക്കലും നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള, നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്നാണ് മറ്റുള്ള സ്ക്വയറൽസ് വിചാരിച്ചത്. ഓക്കെ, കാരണം എന്തുകൊണ്ടാ? കാരണം എപ്പോഴും ഒരു ഹ്യൂമൻ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ആ ഒരു ആനിമൽസിന് ചില ആൾക്കാരൊക്കെ ആനിമൽസിന് ഉപദ്രവിക്കുകയെ, കൂടുതൽ അറ്റാച്ച്മെന്റ് കുറവാണ് അല്ലെ. നോക്കിയേ, ഹൗ വാസ് ദ ബാനിയൻ ട്രീ ദ നോയ്സസ് പ്ലേസ് ഡ്യൂറിംഗ് ഫിഗ് സീസൺ? എന്തുകൊണ്ടാണ് ഫിഗ് സീസൺ ഉള്ള സമയത്ത് ബാനിയൻ ട്രീ നോയ്സസ് പ്ലേസ് എന്ന് പറയാൻ കാരണം? എന്താ നോക്കിയേ. In the spring season, when the banyan tree was full of small red figs, birds of all kinds would flock to its branches, squabbling with each other all the time. This made the banyan tree the noisiest place on the road. എന്തുകൊണ്ടാണ്? അതായത് ആ ഒരു സ്പ്രിംഗ് സീസൺ ആകുമ്പം ഒരുപാട് പക്ഷികളൊക്കെ അവിടെ വന്നിട്ട് ഇരിക്കും അല്ലെ, അങ്ങനെ ഒരുപാട് പരസ്പരം കലഹിച്ചും ഒച്ചപ്പാടൊക്കെ ആക്കി, അതുകൊണ്ടാണ് അവിടെ ഒരു നോയ്സസ് പ്ലേസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. How did the boy make the spring season exciting for himself? എങ്ങനെയാണ് കുട്ടിക്ക് ആ വസന്തകാലം ഭയങ്കര ആവേശകരമായത്? നോക്കിയേ. The boy built a small platform halfway up the banyan tree on which he would spend the afternoon reading when it wasn't too hot. ഓക്കെ, ആ ഒരു ടൈം അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്, ബുക്സ് ഒക്കെ റീഡ് ചെയ്യാനും അവന്റെ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യാനൊക്കെ. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ടൈം അത് വളരെയധികം ഉത്സാഹവാനാക്കിയിട്ടുണ്ട്. അവന് വളരെയധികം എക്സൈറ്റ്മെന്റ് ഒക്കെ ആ ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് സീസണിൽ അവൻ അവിടെ നിന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ടെക്സ്റ്റില്, അവൻ അവിടെ നിന്നാണ് പുസ്തകമൊക്കെ വായിക്കുക, അവിടെ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അവനതൊരു അവരൊരു സന്തോഷം പകരുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.